ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി എല്ലാം പെട്ടെന്ന് തന്നെ തീരുന്നത്, ഇതെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ഇത് പോക്കോ X2 എന്ന ഈ ഒരു മൊബൈൽ ഫോണാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. സെറ്റിംഗ്സ് എന്നതിൽ പോയി നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ ബാറ്ററി പെർഫോമൻസ് എന്നതിൽ അൾട്രാ ബാറ്ററി സേവർ എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ റെസ്ട്രിക്റ്റിംഗ് പവർ കൺസ്യൂം ആക്ടിവിറ്റി, റെസ്ട്രിക്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി, ഡിക്രീസിങ് സ്ക്രീൻ ബ്രൈറ്റ്നസ്, അതുപോലെ സ്വിച്ച് ടു ഡാർക്ക് തീം, ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാം വന്ന് ഇത്തരത്തിൽ ഈ ഒരു വിൻഡോയിലേക്ക് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കാണാം. ഈ അൾട്രാ ബാറ്ററി സേവിംഗ് എന്നത് എല്ലാ മൊബൈലിലും വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ അല്ല. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു പോക്കോ X2 ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോൾ നിങ്ങൾ യാത്രയെല്ലാം ചെയ്യുകയാണ്, ബാറ്ററി എല്ലാം വളരെ കുറവാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് അൾട്രാ ബാറ്ററി സേവിങ്സ് എല്ലാം യൂസ് ചെയ്യാം. അതിനാൽ തന്നെ നമ്മുടെ മറ്റു എല്ലാ കാര്യങ്ങളും റെഡ്യൂസ് ചെയ്ത്, അതായത് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിലെല്ലാം മാറ്റം വരുത്തി, പെർഫോമൻസ് എല്ലാം കുറച്ച് നിങ്ങൾക്ക് മെയിനായി ഇവിടെ കോൾ ചെയ്യാൻ, അതുപോലെ നിങ്ങൾക്ക് SMS സെൻഡ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് മറ്റൊരു സ്ക്രീനിലേക്ക് പോകാനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അർജൻറ്റായ കോളുകൾക്ക് മാത്രമായി അല്ലെങ്കിൽ മെസ്സേജിങ്ങിന് മാത്രമായി എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ബാറ്ററി സേവിംഗ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ വളരെ കുറഞ്ഞ ബാറ്ററി എല്ലാം ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്യാം. എന്നാൽ എല്ലാ മൊബൈലിലും ഈ ഒരു ഓപ്ഷൻ ലഭിക്കണമെന്നില്ല. ഇനി നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും എക്സിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സിറ്റ് എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇത് നോർമൽ മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്രകാരം വന്നാൽ നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ സാധാ ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. ഇനി നമുക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മൊബൈലിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി എല്ലാം ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് എല്ലാം വർദ്ധിപ്പിക്കണമെങ്കിൽ, അതായത് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ബാറ്ററി സേവർ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഈ ബാറ്ററി സേവർ എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റിമൈനിങ് ടൈമിലെല്ലാം തന്നെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ 19 hours അതുപോലെ 4 minutes എന്നത് ഇപ്പോൾ ഇവിടെ 29 hours and 20 minutes എന്നെല്ലാമാണ് കാണിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ബാറ്ററി എല്ലാം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ബാറ്ററി സേവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് എല്ലാം യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഒഴിവാക്കിയാണ് ഇത്തരത്തിൽ ഈ ബാറ്ററി സേവർ എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇനിയും കുറച്ച് ബാറ്ററി എല്ലാം സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിനായി നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇവിടെ വൈഫൈ ഓൺ ആയിരിക്കുന്നുണ്ട്. അതുപോലെ ചില ആളുകൾ ഇവിടെ ബ്ലൂടൂത്ത് എല്ലാം ഓൺ ആയിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ഈ വൈബ്രേറ്റ് അതുപോലെ ബ്ലൂടൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇപ്രകാരം ഈ ബ്ലൂടൂത്ത് എല്ലാം ആവശ്യമില്ലാതെ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ ബാറ്ററിയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. അതുപോലെ നിങ്ങൾക്ക് വൈഫൈ ഒന്നും ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് വയ്ക്കുക. മൊബൈൽ ഡാറ്റ ആവശ്യമില്ലാത്ത സമയത്തെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിൽ മെയിനായി നമുക്ക് വൈഫൈ അതുപോലെ ബ്ലൂടൂത്ത് ഇവയെല്ലാം തന്നെ ആവശ്യമില്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക. അതുപോലെ NFC എന്നൊരു ഓപ്ഷൻ എല്ലാം ചില മൊബൈലുകളിൽ നിങ്ങൾക്ക് കാണും. ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് NFC എന്നത്. ഇത്തരത്തിൽ ഈ NFC ഉള്ള മൊബൈലാണെങ്കിൽ അതും ഓണായിരിക്കുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് ആൻഡ് സെറ്റിങ്സിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗണ്ട്സിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നതിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കോൾ എല്ലാം വരുമ്പോൾ നമുക്ക് ഇവിടെ വൈബ്രേറ്റ് ഫോർ കോൾസ് എന്നത് ഓണായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻ എല്ലാം യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എല്ലാം കുറയാൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ നിങ്ങൾക്ക് സൗണ്ട് മാത്രമായി എല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഒരുപാട് ലാഭിക്കാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം.
ഈ വൈബ്രേറ്റ് ഇൻ സൈലൻറ്റ് മോഡ് എന്നത് നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം. കാരണം ഇത് സൈലൻറ്റ് മോഡിലാക്കുമ്പോൾ നിങ്ങൾക്ക് വൈബ്രേഷൻ എല്ലാം, അതായത് നമുക്ക് കോൾ വരുന്നതെല്ലാം അറിയണമെങ്കിൽ കോളിൻ്റെ സൗണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ വൈബ്രേറ്റ് ഇത് ഓൺ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് കോമണായി വരുന്ന കോൾസിലെല്ലാം, അതായത് സൗണ്ട് എല്ലാം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ നിങ്ങൾ ഈ ഒരു വൈബ്രേഷൻ എല്ലാം ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇവിടെ വരുന്ന കുറച്ച് സെറ്റിങ്സ് എന്ന് പറയുന്നത്, ഇവിടെ അഡീഷണൽ സെറ്റിങ്സ് എന്നതിൽ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡയൽ പാഡ് ട്യൂൺസ് ഓൺ ആയിട്ടുണ്ട്, അതുപോലെ ടാബ് സൗണ്ട്സ് ഓൺ ആണ്, സ്ക്രീൻ ലോക്കിംഗ് സൗണ്ട്സ് ഓൺ ആണ്, സ്ക്രീൻഷോട്ട് സൗണ്ട് ഓൺ ആണ്, അതുപോലെ ഡിലീറ്റ് സൗണ്ട് ഓൺ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സൗണ്ട്സ് എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ ഫോണിൽ കൂടുതലായി സൗണ്ട്സ് എല്ലാം യൂസ് ചെയ്യുമ്പോഴെല്ലാം ബാറ്ററി എല്ലാം ഇത് പെട്ടെന്ന് തീരാറുണ്ട്. അതിനാൽ തന്നെ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്നും അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല. ഡയൽ പാഡ് ടോൺസ്, അതുപോലെ ടാബ് സൗണ്ട്സ്, സ്ക്രീൻ ലോക്ക് സൗണ്ട്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സൗണ്ട്, ഡിലീറ്റ് സൗണ്ട്, ഇതെല്ലാം നമ്മൾ ഇവിടെ ഓഫ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി എല്ലാം വർദ്ധിക്കാൻ തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക വഴി നിങ്ങളെ സഹായിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷനാണ്. എല്ലാ മൊബൈലിലും ഇത് വരണമെന്നില്ല. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഡാറ്റ സേവർ മോഡെല്ലാം ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഡാറ്റ സേവർ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി എല്ലാം സേവ് ചെയ്യാൻ സഹായിക്കും. ചില മോഡലുകളെല്ലാം നിങ്ങൾക്ക് ഈ ഡാറ്റ സേവർ എല്ലാം കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്